ഇപ്പോൾ വി ടി ബൽറാം നമുക്കൊപ്പം ചേരുന്നു. വി ടി ബൽറാം, വെരി ഗുഡ് മോർണിംഗ്. PV അൻവറിനെതിരെ ആദ്യത്തെ കേസ് ഇപ്പോൾ ഈ സംഭവത്തിന് ശേഷമുള്ള ആദ്യത്തെ കേസ് കോട്ടയത്ത് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. ഒരു തോമസ് പിലിയാനിക്കൽ എന്നൊരു പൊതുപ്രവർത്തകന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 6:30 PV അൻവർ യോഗം വിളിച്ചിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഈ കേസിനെ എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? PV അൻവറിനെതിരെ ഇതല്ല, ഇതിനപ്പുറമുള്ള നടപടികൾ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നുണ്ടാവും, CPM-ന്റെ ഭാഗത്ത് നിന്നുണ്ടാവും എന്ന് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നതാണല്ലോ. കാരണം PV അൻവറിന്റെ തന്നെ നാട്ടിൽ PV അൻവറിന്റെ നാളിതുവരെയുള്ള സഹപ്രവർത്തകരായിരുന്നിട്ടുള്ള CPM-ന്റെ അണികൾ തെരുവിൽ വിളിച്ച മുദ്രാവാക്യമൊക്കെ നമ്മൾ കേട്ടതാണ്. ഏതൊരു ഭീകരവാദ സംഘടനയും ലജ്ജിപ്പിക്കുന്ന തരത്തിൽ അൻവറിന്റെ കയ്യും കാലും വെട്ടും, അൻവർ എംബോക്കിയാണ്, ഈ കയ്യും കാലും വെട്ടി ഗോവിന്ദൻ മാഷ് ഒന്ന് ഞൊടിച്ചാൽ ചാലിയാർ പുഴയിൽ തള്ളും എന്നതടക്കമുള്ള ഭീകരവാദ മുദ്രാവാക്യങ്ങളാണ് CPM മുഴക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള നടപടികൾ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും അതിന്റെ ചുവട് പിടിച്ചുണ്ടാവുന്നതിൽ ഒട്ടും അത്ഭുതത്തിന് അവകാശമില്ല. ഏതായാലും അൻവറിനെതിരെയുള്ള എല്ലാ ആക്ഷേപങ്ങളും അന്വേഷിക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആവശ്യം, കോൺഗ്രസിന്റെ അഭിപ്രായം. കാരണം കഴിഞ്ഞ കുറെ കാലമായിട്ട് അൻവർ നടത്തിയ നിരവധി മേഖലകളിലെ നിയമലംഘനങ്ങളെ കുറിച്ച് ഓരോ ഘട്ടത്തിലും വിമർശനം ഉന്നയിച്ചതും പരാതി നൽകിയതും അതുമായി ബന്ധപ്പെട്ട കേസ് നടത്തുന്ന ആളുകൾക്ക് പലതരത്തിലുള്ള സപ്പോർട്ട് നൽകിയതും ഒക്കെ കോൺഗ്രസ് ആണ്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ആ നിലപാടിൽ നിന്ന് പുറകോട്ടൊന്നും പോയില്ല. അൻവറിനെതിരെയുള്ള എല്ലാ അന്വേഷണങ്ങളും മുന്നോട്ട് തന്നെ പോകണം. അൻവറിനെതിരെയുള്ള അന്വേഷണത്തെ നിങ്ങൾ സ്വാഗതം ചെയ്യുന്നുവെന്നാണോ? തീർച്ചയായിട്ടും ഞങ്ങൾക്ക് അക്കാര്യത്തിൽ അത് സ്വാഭാവിക നടപടിയുടെ ഭാഗമാണ് എങ്കിൽ അതിൽ ഞങ്ങൾക്ക് പരാതിയില്ല. പക്ഷെ അൻവർ തിരിച്ചുന്നയിച്ച ഇതേ ഫോൺ ചോർത്തൽ ആക്ഷേപം പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാർക്കെതിരെയുണ്ട്. അപ്പൊ പോലീസിനാണെങ്കിൽ നിയമവിരുദ്ധമായിട്ട് ഫോൺ ചോർത്താനുള്ള അവകാശം പോലീസിനും ഇല്ലല്ലോ. ഫോൺ ചോർത്തുന്നതിന് നാട്ടിൽ കൃത്യമായിട്ടുള്ള ഒരു നിയമമുണ്ട്, ചട്ടങ്ങളുണ്ട്. ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിലുള്ള ഒരു സമിതി കൂടിയിട്ടാണ് അത് തീരുമാനിക്കേണ്ടത്. ഇതൊന്നും അല്ലാതെ ADGP അജിത് കുമാർ മന്ത്രിമാരുടെ അടക്കം ഫോൺ ചോർത്തുന്നു എന്നുള്ള തിരിച്ചുള്ള ആക്ഷേപം അൻവർ ഉന്നയിച്ചിട്ടുണ്ട്. അത് പല ഘട്ടങ്ങളിലും പല കോണുകളിൽ നിന്ന് ഉയർന്നു വന്നിട്ടുള്ള ആക്ഷേപം കൂടിയാണ്. അപ്പൊ അതിനെക്കുറിച്ച് എന്തുകൊണ്ട് അന്വേഷണം ഉണ്ടാവുന്നില്ല? അപ്പൊ അവിടെയാണ് ആ ഇരട്ടത്താപ്പിനെയാണ് ഞങ്ങൾക്ക് ചോദ്യം ചെയ്യാനുള്ളത്. അൻവർ ഉന്നയിച്ച അതീവ ഗുരുതരമായിട്ടുള്ള ആക്ഷേപങ്ങൾ ഇപ്പോഴും നിലനിൽക്കുകയാണ്. ആ ആക്ഷേപങ്ങൾ പുതിയതല്ല, കഴിഞ്ഞ 8 വർഷമായിട്ട് ഞങ്ങൾ ഉന്നയിക്കുന്നതാണ്. അതിൽ പലതും എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടതാണ്. ഇപ്പൊ പൂരം കലക്കി എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണല്ലോ. പൂരം കലക്കുന്നതിന് മുൻപായി ADGP-യും RSS നേതാക്കന്മാരും ഒരു വർഷത്തോളം മുമ്പായി ഗൂഢാലോചനകൾ തുടങ്ങി എന്നുള്ളതും അവർ ഇരുകൂട്ടരും അംഗീകരിക്കുന്ന കാര്യമാണ്. അത്തരം കാര്യങ്ങളിൽ നടപടിയില്ലാതെ ഇപ്പോ ഒരു പ്രതികാര നടപടി എന്ന രൂപത്തിൽ മാത്രം അൻവറിനെതിരെ നടപടി എടുക്കുമ്പോൾ അത് സർക്കാരിന്റെ ഉദ്ദേശശുദ്ധിയെ ചോദ്യം ചെയ്യുന്നതാണ്. അതൊരു വേട്ടയാൾ നടപടിയുടെ സ്വഭാവത്തിലേക്ക് മാറുന്നതാണ്. അതല്ല വേണ്ടത്. നിയമപരമായിട്ടുള്ള നടപടി ഉന്നയിക്കപ്പെട്ട എല്ലാ വിഷയങ്ങളിലും കൃത്യമായിട്ടുള്ള അന്വേഷണത്തിന്റെ രൂപത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ അതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യും. ഓക്കെ, താങ്ക് യു വി ടി ബൽറാം. അതായത് PV അൻവർ ഉന്നയിച്ച വിഷയത്തിലും അന്വേഷണം ഉണ്ടാവണം, അതല്ലെങ്കിൽ ഇരട്ടത്താപ്പാണ്, ഇത് വേട്ടയാടലിന്റെ ഭാഗമാണ് എന്നതാണ് കോൺഗ്രസിന്റെ നിലപാട്. ഇപ്പോൾ വി ടി ബൽറാമാണ് നമുക്കൊപ്പം ചേർന്നത് ഈ വിഷയത്തിൽ.